ഹൈറേഞ്ചിലെ ആദ്യകാല പൊതുവിദ്യാലയങ്ങളിലൊന്നായ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി കോഴ്സ് അനുവദിക്കണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കം. ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഉപരിപഠനം മുടങ്ങുന്ന സ്ഥിതിയാണ്. അടിസ്ഥാന സൗകര്യം ഏറെയുള്ള സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വിവിധ സർക്കാർ സ്കൂളുകളിൽ നിന്ന് SSLC വിജയിക്കുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് ഏറെ സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഹയർ സെക്കൻഡറിക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യം ഏറെയുള്ള സ്കൂളിൽ ആദിവാസി കുടികളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ കൂടുതലായി പഠനത്തിനെത്തുന്നത്. ഇതോടൊപ്പം പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരും പഠനത്തിനെത്തുന്നുണ്ട്. ഇവിടെ നിന്ന് SSLC പരീക്ഷ വിജയിക്കുന്ന ഭൂരിപക്ഷം കുട്ടികൾക്കും ഹയർ സെക്കൻഡറി പഠനം ദുരിതമായി മാറുന്ന സാഹചര്യമാണ് വർഷങ്ങളായുള്ളത്. കുട്ടികൾക്ക് 10ാം തരം കഴിഞ്ഞ് അഡ്മിഷൻ ലഭിക്കുന്നിടത്ത് മാറി നിൽക്കേണ്ടതായും ഹോസ്റ്റൽ സൗകര്യങ്ങൾ തേടേണ്ടതായും വന്നാൽ അത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കും സാധുജനങ്ങൾക്കും ഏറെ സാമ്പത്തിക ബാധ്യത നൽകുന്നു. വീടിന് സമീപമുള്ള പൊതുവിദ്യാലയത്തിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടെന്നിരിക്കെ അധികൃതർ ഈ വിഷയം ഗൗരവകരമായി ഉൾക്കൊള്ളുന്നില്ലെന്ന് പൂർവ്വ വിദ്യാർത്ഥിയും കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റുമായ ഹാപ്പി കെ വർഗീസ് പറഞ്ഞു. ഹൈറേഞ്ചിൽ തന്നെ ഏറ്റവും പിന്നോക്ക പ്രദേശങ്ങളായ ആദിവാസി കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും മക്കൾ പഠിക്കുന്ന അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ +2 അനുവദിക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ടെങ്കിലും നാളിതുവരെയും അതിനുവേണ്ടി ചെറുവിരൽ അനക്കുവാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. ഇവിടെ തീർച്ചയായും അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിനെ ആശ്രയിക്കുന്നത് അടിമാലിയുടെ ചുറ്റുപാടുമുള്ള അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ചുറ്റുപാടുമുള്ള ആദിവാസി കോളനികളായ കൊരങ്ങാട്ടിയും തലമാലിയിലെയും അതുപോലെ ചിന്നപ്പാറക്കുടിയിലെയുമുള്ള സാധാരണക്കാരുടെ മക്കളാണ്, തൊഴിലാളികളുടെ മക്കളാണ്. അവർക്ക് ഉപരിപഠനത്തിലുള്ള സാധ്യതകൾ അസ്തമിച്ചു പോകുന്ന സാഹചര്യം നിലവിലുള്ള സാഹചര്യത്തിലാണ് നിരവധി തവണ അടിമാലി ഗവൺമെൻറ് സ്കൂളിൽ +2 അനുവദിക്കണമെന്ന് നിരവധി കോണുകളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ നിരവധി പേർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നാളിതുവരെയും +2 അനുവദിക്കാനുള്ള ഒരു ചെറുവിരൽ പോലും അധികൃതർ അനക്കിയിട്ടില്ല. ഇപ്പോൾ സ്കൂൾ ആരംഭിച്ച് 7 പതിറ്റാണ്ട് പിന്നിടുകയാണ്. 75ാമത് വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിലെങ്കിലും ഈ സാധാരണക്കാരുടെ മക്കൾക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി, അവർക്ക് ഉപരിപഠന സാധ്യത ഉണ്ടാക്കുവാൻ വേണ്ടി ഇവിടെ ഈ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ +2 അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അടിമാലി മേഖലയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിക്കുന്ന കുട്ടികൾക്ക് പോലും താൽപര്യമുള്ള കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ഇത്തരം സാഹചര്യത്തിലാണ് ഹൈറേഞ്ചിലെ ആദ്യകാല പൊതുവിദ്യാലയമായ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. അടിമാലിയിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ ദേവിയാർ കോളനി, മച്ചിപ്ലാവ്, മന്നാങ്കണ്ടം, കല്ലാറുകുട്ടി, കല്ലാർവട്ടിയാർ തുടങ്ങിയ സർക്കാർ സ്കൂളുകളിൽ നിന്ന് SSLC വിജയിക്കുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് ഏറെ സഹായകരമാകും. ന്യൂസ് ബ്യൂറോ, അടിമാലി.